ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ നാടിനും സർക്കാരിനും വേണ്ടി പ്രവർത്തിച്ച പെൻഷൻകാർ ജീവിത സായാഹ്നത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ അർഹതപ്പെട്ട 294 മാസത്തെ ക്ഷാമാശ്വാസം ഉൾപ്പെടെ അവകാശങ്ങൾ നൽകാൻ 5 വർഷം കഴിഞ്ഞിട്ടും റൊക്കം പണമായി അനുവദിക്കാതെ ഇനിയും 4 വർഷം വൈകിപ്പിച്ച പിണറായി സർക്കാരിനോട് പെൻഷൻകാരും ജീവനക്കാരും കണക്ക് തീർക്കുമെന്ന് KPCC സെക്രട്ടറി പി ഹരിഗോവിന്ദൻ പ്രസ്താവിച്ചു. KSSB നടത്തുന്ന ജീവിത സമര യാത്രയുടെ മധ്യമേഖല യാത്രയ്ക്ക് ശ്രീകൃഷ്ണപുരത്ത് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാം അനുഭവിച്ച ദുരിതം നമുക്ക് ഏവർക്കും അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മെഡിസെപ്പാണ്. മെഡിസെപ്പ് മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് നടപ്പാക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. അന്ന് ഞാൻ സർവീസ് സെക്രട്ടറിയുടെ ഭാഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി അത് നമുക്ക് നടപ്പാക്കാനാണ്. മെഡിസെപ്പ് എന്ന് പറയുന്ന പദ്ധതി, നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഈ മെഡിസെപ്പിൽ ഞാനും നമ്മളൊക്കെ അംഗങ്ങളാണ്. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ EMSന്റെ ഹോസ്പിറ്റൽ, EMSന്റെ പേരിലുള്ള ഹോസ്പിറ്റൽ പറയുമ്പോൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പറയുമ്പോൾ അവിടെ പെട്ടെന്ന് പൈസ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ അവിടെ പോയി ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പൈസ മുഴുവൻ കിട്ടുമെന്നാണ്. എൻ്റെ ബില്ല് 75,000 രൂപയായിരുന്നു. അവസാനം ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ഒരു റിപ്പോർട്ട് കൊടുത്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് പറയട്ടെ 12,500 രൂപയാണ്. അത്ര രൂപ പാക്കേജ്. EMSന്റെ പേരിലുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഞാനും എൻ്റെ ഭാര്യയും അച്ഛനും അമ്മയൊക്കെ കൊടുക്കുകയാണ്. 4 പേര് പൈസ എടുത്താൽ എത്ര നിങ്ങൾക്കറിയുള്ളൂ? 2,000 ഉറുപ്പ് വെച്ച് 12 മാസം 24,000 രൂപയും 18,000 ഉറുപ്പ് എടുത്താൽ സ്റ്റാർ ഹെൽത്ത് കിട്ടും. സ്റ്റാർ ഹെൽത്തിന് 5 ലക്ഷം രൂപ എല്ലാ ഹോസ്പിറ്റലും പോലെ നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മൾ ഈ 24,000 രൂപ കൊടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത് എനിക്ക് ആകെ 12,500 രൂപ കിട്ടി. ഞാൻ എല്ലായിടത്തും പറയാറില്ല പോയി. ഞാൻ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തനമാണ്. തൊട്ടടുത്ത തമിഴ്നാട് സർക്കാർ നേരത്തെ ജയലളിത മുഖ്യമന്ത്രി, എടപ്പാടി പളനിസ്വാമിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിൽ അവിടുത്തെ അധ്യാപകരും ജീവനക്കാരും കൊടുത്തിരുന്നത് ഓരോരുത്തരും 300 രൂപയാണ് മെഡിസെപ്പിന് കൊടുത്തിരുന്നത്. കേരളത്തിൽ നടത്തുന്ന അതേ കമ്പനിയാണ് അവിടെയും നടത്തുന്നത്, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. എന്നാൽ മിസ്റ്റർ സ്റ്റാലിൻ ഇന്ത്യയുടെ അവിടുത്തെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ആ 300 രൂപയ്ക്ക് ജയലളിത കൊടുത്തിരുന്ന 7 ലക്ഷമായിരുന്നെങ്കിൽ ഇവരും വന്നപ്പോൾ അത് 10 ലക്ഷം കവറേജാക്കി മാറ്റി. ഇതേ ഓറിയന്റൽ കമ്പനിക്ക് അവിടെ 10 ലക്ഷം കൊടുക്കാമെങ്കിൽ കേരളത്തിൽ എന്തേ ഈ 12,500 വന്നത്? അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നത്. ഇരട്ടച്ചങ്കിലും അവരുടെ ആളുകളും പഠിച്ചുപറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല, നമ്മളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ അരിയർ ഇതുവരെ കിട്ടാതെ അടുത്ത ശമ്പള പരിഷ്കരണം നമ്മളെ പറ്റിക്കുന്നു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും മാർച്ച് മാസ ശമ്പളത്തിന്റെ ഒരു DA ഏപ്രിൽ കൊടുക്കുകയാണ്. നമുക്ക് ആ പൈസ തന്നില്ല. 1 മാസം പിന്നെയും പറ്റിച്ചു നമ്മളെ. നമുക്ക് ഏപ്രിൽ മാസത്തിൽ തരാമെന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷനാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മളിട്ട് നോക്കിയാൽ നമ്മളെ പറ്റിച്ച കഥ നമുക്ക് ഒരുപാട് പറയാറുണ്ട്. നമ്മളെ മാത്രമല്ല, ഈ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും വഞ്ചിച്ച ഒരു സർക്കാരാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. നമുക്ക് ഏവർക്കും അറിയാം. സാമൂഹ്യ പെൻഷന്റെ കാര്യം പറയേണ്ട കാര്യമല്ലോ. ഒരുപാട് നല്ല പ്രഖ്യാപനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി നടക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവിന്റെ പുതുയാത്രയിൽ ഒട്ടേറെ നല്ല നിർദ്ദേശങ്ങളാണ് അദ്ദേഹം വെച്ചത്. മതേതര കേരളം നിലനിന്ന് കാണണം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, ആ മതേതര ബെഞ്ചുകൾ നമുക്ക് തിരികെ കൊണ്ടുവരണം. 3-3.5 ലക്ഷം കുട്ടികളാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പുറകോട്ട് പോയത്, ഒഴിഞ്ഞു പോയത് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന മതേതര കേരളം നാളെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മതേതര ബെഞ്ചിൽ കുട്ടികളില്ല, പൊതുവിദ്യാലയങ്ങളിലെ ബെഞ്ചുകളിൽ കുട്ടികളില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് U കുഞ്ഞായ്മോ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ KV മുരളി, ജാഥ മാനേജർ C ബാലൻ, ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, BA ലത്തീഫ്, TM കുഞ്ഞിമൊയ്തീൻ, T വനജ, തെങ്ങിൻകോട് ശശി, ആലിസ് സക്കറിയ, TS രാധാമണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, ഓമന ഉണ്ണി, P ഗിരീശൻ, BN കൃഷ്ണൻ, K ശിവദാസൻ, ചിങ്ങനേരി ഭാസ്കരൻ, പാലാങ്കുഴി മണികണ്ഠൻ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.